സമ്മതിക്കില്ല സമ്മതിക്കില്ല സമ്മതിക്കില്ല. എടാ രാമാനുജ, ഇത് അവര് നടത്തുന്നേ ഉള്ളൂ. ആര് നടത്തിയാൽ എന്താടാ? ആര് നടത്തിയാൽ എന്താ? നീ ഒന്ന് ആലോചിച്ചു. നമ്മളൊരു കമ്പനി നടത്തി അതിൽ കുറെ കല്യാണങ്ങൾ നടത്തുന്നു, അത് പൊളിഞ്ഞു പോകുന്നു, അത് സ്വാഭാവികം. എന്നും പറഞ്ഞ അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി, ഇപ്പം വരാമെന്ന സപ്തതിയുടെ ആഘോഷം, ഇതൊക്കെ നടത്താൻ പറ്റുന്ന അവകാശം ആർക്കാ? നമ്മുടെ സേതു വെഡിങ് പ്ലാനറിനാണ് അതിന്റെ അവകാശം, നമ്മുടെ കമ്പനിക്ക്. ഹലോ, നമ്മുടെ അല്ല, എന്റെ. ആരാ കമ്പനി ആയാലും എന്ത്, ഇത് നടത്താനുള്ള അവകാശം ഇപ്പൊ താങ്കൾക്കുണ്ടോ? സ്വന്തം അച്ഛന്റെ സപ്തതി നടത്താൻ പറ്റിയില്ലെങ്കിൽ ഇത് പൂട്ടിക്കെട്ടടാ നിന്റെ കമ്പനി, പൂട്ടിക്കെട്ട്. മിക്കവാറും പൂട്ടിക്കെട്ടേണ്ട വരും. ആ അവസ്ഥയിലാണ്. ഒരു പണിയില്ല, വർക്കും ഇല്ല. മഴ മാറട്ടടാ, എല്ലാം ശരിയാവും. ഇത് തന്നെയാടാ നീ പൊരി വേനത്ത് നീ പറഞ്ഞതിന്റെ അടുത്ത്. നീ അത് വിട്, നീ അതിൽ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാതെ. നിന്നെ കൊണ്ട് ഇത് നടത്താൻ പറ്റുമോ? നടത്താൻ പറ്റത്തില്ലല്ലോ. നാട്ടുകാർ നടത്തിയ നാണക്കേടാളിയാ, നാണക്കേട്. എടാ, ഇത് ക്ലാര മുൻകൈ എടുത്ത് നടത്തനാണ്. കൂടാതെ അമ്മയുണ്ട്, ആനിയുണ്ട്, പിന്നെ മറ്റേ പുതിയ പെങ്കൊച്ചുണ്ടല്ല, ജാനകി, ആ ജൂനിയറും. ജാനകി നമ്മുടെ ജാനകി. ഇത് നിനക്ക് നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു. അവര് നടത്തണം. എടാ, ഒരൊറ്റ കീറന്നാണ്ട് ഞാൻ 4 മണിക്കൂർ കയറ്റി തെരഞ്ഞു. നീ അല്ലേ ഇപ്പൊ പറഞ്ഞത് നടത്തണെങ്കിൽ നമ്മൾ തന്നെ നടത്തണം എന്നൊക്കെ. 2 ദീപ പ്ലേറ്റ് വെട്ടിരിക്കണതാ. നീ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ അവളുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു. അവിടെ നടത്തട്ടാ. പിന്നെ അവര് നടത്തി കഴിഞ്ഞ ശേഷം അതിന്റെ ക്രെഡിറ്റ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അതെന്തായാലും നിനക്ക് കിട്ടൂല കേട്ടാ. എടാ, ക്ലാര എന്നോട് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആ രാമാനുജനെ പരിസരത്ത് കണ്ടുപോരുത്. അത് നീ വരുമ്പോഴാണ് പ്രശ്നം. ഞാൻ ചെന്നൊന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ല. അവൾ എന്നെ അടുത്ത് പറയും, നീ വന്ന് നിക്കടാ, നീ സഹകരിക്കടാ രാമാനുജാന്ന് എന്റെ അടുത്ത് പറയും. അത് എങ്ങനെ വേണം എന്നുള്ള കാര്യം ഞാനൊന്ന് തിങ്ക് ചെയ്തിട്ട് നീ അവിടെ തിങ്ക് കണ്ടറിയാം. കമ്മീഷൻ എന്ന് പറഞ്ഞ് പുറകെ നടന്നുകൊണ്ടായിരിക്കും ഇപ്പൊ ഒരു പരിപാടി വന്നപ്പോ അവരെന്നെ തള്ളിക്കളഞ്ഞത്. അത് അതുകൊണ്ടല്ല, അത് നിന്റെ ആക്രാന്തം. ഇടി കമ്മീഷൻ അടിക്കുമ്പോ ഒരു മയത്തിലൊക്കെ അടിക്കണം. 60% എനിക്ക് ആദ്യമേ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ വരുള്ളൂ. 60% എന്ന് വെച്ചാൽ 20 രൂപയെന്ന് പറഞ്ഞ് കൊച്ചു തന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ? പറ്റിക്കാൻ നോക്കിന്നാ? എന്റെ മോളെ 100 രൂപയുടെ 60% 20 രൂപയാണ്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്ത് ഞാൻ കുട്ടി കാണിച്ചു തരാം. അത് 20 രൂപയല്ല, അത് 60 രൂപയാണെന്ന് എനിക്ക് അറിയാം കേട്ടോ. എടി, നിന്നെ ആരോ പറഞ്ഞ് പറ്റിച്ചാണ് മീനൂട്ടി. അയ്യേ, എന്നെ ആരും പറഞ്ഞ പറ്റിച്ചതല്ല, അതെന്റെ സ്കൂളിൽ പഠിപ്പിച്ചായിരുന്നു. നിനക്ക് നിന്റെ സ്വന്തം കൊച്ചനായ എന്നെയാണോ വിശ്വാസം, അല്ലെങ്കിൽ നിന്റെ സ്കൂളുകാരാണോ വിശ്വാസം? നമ്മൾ രണ്ടും കള്ളന്മാരായോണ്ട് എനിക്ക് എന്റെ സ്കൂളിനെ വിശ്വാസം. എന്തൊക്കെയായിരുന്നു റിമി ടോമിയുടെ ഗാനമേള, സദ്യ, ചെണ്ടമേളം, പായസം. എന്നിട്ടിപ്പോ എന്തായി? എല്ലാം കൂടെ ഒറ്റയ്ക്കടിച്ച് തീർക്കാൻ നോക്കിയല്ലേ? ഞാൻ അങ്ങനെ എല്ലാം കൂടി ഒറ്റക്കടിക്കാൻ നോക്കിയൊന്നുമല്ല. നിങ്ങളെക്കാളൊക്കെ കുറച്ചുകൂടി പൈസക്ക് ആവശ്യം എനിക്കായി പോയി, അതുകൊണ്ട് ചെറിയൊരു അത്രേ ഉള്ളൂ. എന്നിട്ടിപ്പോ എന്തായി? ആർക്കും ഒന്നും കിട്ടാതായില്ലേ? അങ്ങനെ കിട്ടാതൊന്നും ആവൂല, നമുക്ക് നോക്കാം. എന്താണ് അടുക്കള വഴി? ഒന്ന് കാണണേ. മറ്റേ സപ്തതി ആഘോഷ കമ്മിറ്റിയിൽ കയറി പറ്റാനായിരിക്കും അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? മനസ്സിലാക്കാനൊന്നുമില്ല. ഇത്രയും വലിയ പരിപാടി എടുക്കുമ്പോ 10 ചിക്കിലി അടിക്കാനുള്ള അവസരം ആരും കളയൂല്ലോ, പ്രത്യേകിച്ച് നിങ്ങള്. എനിക്ക് എങ്ങനെയെങ്കിലും ആ ടീമിലൊന്ന് കയറി പറ്റണം. പക്ഷെ ഞങ്ങൾ സ്വന്തമായിട്ട് സപ്തതി കമ്മിറ്റി അങ്ങോട്ട് രാജിവെച്ചല്ലേ? അതെ, അഭിമാനത്തോടെ. അഭിമാനത്തോടെ. അതൊക്കെ നിങ്ങള് കയറി പറ്റും എങ്ങനെയും എന്നോട് കയറ്റുകയും ചെയ്യും കമ്പനിയിൽ. അതെ, സ്വന്തം മക്കളായ ഞങ്ങൾ അടുപ്പിച്ചില്ല, പിന്നെയാണ് മോന്റെ കൂട്ടുകാരനായ നിങ്ങളെ അങ്ങോട്ട് ചെല്ലിപ്പോ കയറ്റും. ചെറുക്ക, മകന്റെ കൂട്ടുകാരന്റെ ഈ വീട്ടിലെ വില എന്താണെന്ന് ഇന്ന് നിങ്ങൾ അറിയും. പിന്നെ അറിയിക്കണേ. എന്റെ വില ഞാൻ കാണിച്ചു തരാം. ഈ വീട്ടിൽ ഞങ്ങൾക്കൊരു വില ഇല്ല, പിന്നെ മാമന് വില. അതെങ്ങനെ വില കിട്ടും? അതുകൊണ്ടല്ലേ അടുക്കള വാക്കിന് വന്നിങ്ങനെ നിൽക്കുന്നത്. നമ്മളെ കൂടെ ടീമിൽ കയറ്റോന്നും പറഞ്ഞു. എടാ, ഇങ്ങനെ വായി നോയി നിൽക്കാറുണ്ടാ തോട്ടത്തിൽ കിടന്ന ആൾക്കാർ പണി ചെയ്യണം, അവരെങ്കിലും പോയി സഹായിക്കും. വീട്ടിലൊരു ഗുണമില്ലാതെ നിൽക്കുന്നു. അതെ, നിങ്ങൾ ആദ്യം നേരത്തെ പറഞ്ഞ വില ഉണ്ടാക്കി കാണിക്ക്, എന്നിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. പണിയെടുക്കാനേ നമ്മളോട് കമ്മിറ്റി കയറണില്ലേ? 5-6 ഉണ്ടത് തന്നെ നിങ്ങൾ സപ്തതി. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഊക്കിയതാ നമുക്ക്. അത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കണ്ടേ? ആയിരിക്കും. അല്ല മീനുട്ടി, നീ രാമേട്ടനെ എങ്ങനെ അവരുടെ ടീമിൽ കയറി പറ്റുമോ? അതിനൊട്ടും കാണിച്ചില്ല. അച്ഛനെ അടുപ്പിച്ചാലും രാമാമനെ അടുപ്പിക്കാൻ സാധ്യത കുറവാ. പറയാൻ പറ്റൂല. അഥവാ രാമമാമനെ എങ്ങാനും ടീമി അടുപ്പിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റും. അയ്യോ, ഈ പരിപാടിയുടെ പേരിൽ നമുക്ക് കമ്മീഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ ആർക്കെങ്കിലും കമ്മീഷൻ കിട്ടിയാ എന്റെ ചങ്ക് കൂട്ടി ഞാൻ ചാവും. പ്രത്യേകിച്ച് ഈ രാമണ്ണന്. ഞാൻ കല്ലയിൽ ഇത്തിരി കൂടുതലാ, എല്ലാത്തിനും ഇടയിൽ കയറി വന്നോളൂ.
സഹിക്കാൻ പറ്റത്തില്ല ഒറ്റച്ചെനിക്ക് നമ്മക്കെല്ലാരും അടിക്കണ്ട കമ്മീഷൻ. നോക്കാം, വാ നീ കേറ്. ക്ലാസ് എഴുതിയാ? ഗ്ലാസ് എഴുതി, മറ്റേ സാധനം എഴുതിയാ? കേക്ക് എഴുതി, പേപ്പർ പ്ലേറ്റ് എഴുതി. ഓക്കെ, അപ്പം ലിസ്റ്റ് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോരുത്തർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടീസ് അത് കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ഈ പരിപാടി ഗ്രാൻഡ്. പരിപാടി അപ്പം ഇനിയൊന്നുമില്ല. അത് മോളെ, അച്ഛൻ എപ്പോഴും എന്നോട് എന്തെങ്കിലും പരിപാടി ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ അമ്മേ, ഇനി അങ്ങനെ ചോദിക്കുകയാണെങ്കിലേ ഒരു കേക്ക് മുറിയും കുറച്ച് ഫുഡും അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറയാല്ലേ? അല്ലെങ്കിൽ തന്നെ അത്രയല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അല്ല, നമുക്ക് ഒരു പരിപാടി ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അല്ലറ ചില്ലറ ഡെക്കറേഷൻസ് ഒക്കെ അവിടെ. അല്ല ചേച്ചി, അപ്പൊ അച്ഛൻ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അതാണ് ഞാനും പ്ലാൻ ചെയ്യുന്നത്. എന്താ ഇപ്പൊ കൊടുക്കുക? നമ്മളെ അന്ന് ഇവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി മറ്റേ പെണ്ണുകാണൽ ചടങ്ങ് റീക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലെ എന്തെങ്കിലും ആണെങ്കിലോ? ഷോ ഒന്നും ഞാൻ ഇല്ലായിരുന്നു, മിസ്സായി. അത് നമ്മുടെ മീനുവിന്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, പോയി നോക്കിയോ? ആണോ? കാണാം. കാണാൻ വേണ്ടി ഒന്നുമില്ല. സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അമ്മേ, എന്താ നമ്മള് കൊടുക്ക? ഓ, ഞാനും ഒന്നും ആലോചിച്ചിട്ടില്ലല്ലോ മക്കളെ. കുഴപ്പമില്ല, വൈകുന്നേരം അല്ലേ, അപ്പത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ. എന്തെങ്കിലും സെറ്റ് ആക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം എല്ലാരോടും പറയാം, ഒരുപാട് പാരകളുണ്ട് നമുക്ക്. അതുകൊണ്ട് ഈ പരിപാടി നമ്മൾ മാത്രമായിട്ട് അടിച്ചു പൊളിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ സക്സസ് ആവും. ഒരൊറ്റ പാരകളെ നമ്മൾ അടുപ്പിക്കരുത്. എന്താണ് സ്ത്രീജനങ്ങൾ ഒരു ഗൂഢാലോചന? എന്റെ ദൈവമേ, ഇത് ആരാ നോക്കിക്കേ. ഇപ്പൊ ഇവന്റെ കാര്യം ഞാൻ ഇവരോട് പറഞ്ഞതേ ഉള്ളൂ. എടി സത്യോടി, ഞാനും ഇപ്പൊ വെളിയിൽ നിന്നപ്പോ എനിക്ക് തോന്നി എന്നെ ക്ലാരയോ അമ്മയോ ആരൊക്കെയോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന്. പറ 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 പറ. അതിനാണ് തെളിപ്പതി എന്ന് പറയുന്നത്. എന്ത് പതിയായാലും എന്നെ കുറിച്ച് ആലോചിച്ചല്ലോ നിങ്ങൾ. പറയൂ, എന്നിൽ നിന്ന് എന്ത് സഹായമാണ് വേണ്ടത്? ഒരു സഹായം ആവശ്യമില്ലടാ. അയ്യോ, അങ്ങനെ പറഞ്ഞാ പിന്നെ എങ്ങനെ? നിന്റെ ആവശ്യമില്ല, നിന്റെ കൂടെ വാല നടക്കുന്നില്ലേ, അവരുടെ ആരുടെ ആവശ്യമില്ല. സ്പെഷ്യലി എന്റെ കുഞ്ഞ് ഇവിടെ ഒരു പരിപാടി നടത്താൻ ആരംഭിക്കുമ്പോഴേ അവളാണ് കമ്മീഷൻ എന്ന് പറഞ്ഞ ആദ്യം മുന്നോട്ട് വരുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു പരിപാടിയിലും തടസ്സം പറയാനോ അഭിപ്രായം പറയാനോ വരുന്നില്ല. എന്നെ കൂടെ കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു. അയ്യോ പറ്റില്ല മോനെ, ഈ കള്ളനല്ലല്ലോ, കള്ളൻ കഞ്ഞി വെച്ചവനല്ലേ, നിന്നെ എങ്ങനെ വിശ്വസിക്കും? എന്നിട്ട് അമ്മയും നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, കള്ളര് കഞ്ഞി വെച്ചു അച്ഛൻ തിരിച്ചെടുത്തേ, വെറുതെ പറഞ്ഞതാന്നേ. ക്ലാരെ, മര്യാദക്ക് നിക്കാൻ പറഞ്ഞോ കേട്ടോ. മര്യാദ കിട്ടാനത് കിട്ടിയാലോ, പോക്കോ. അതല്ല, എന്നെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടിയാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ ഒന്ന് വിശ്വസിക്കേ. വിശ്വാസം ഇല്ല, അതാണ് പ്രശ്നം അല്ലേ? ജാനു, ആര് പറഞ്ഞാലും ജാനു അങ്ങനെ പറയരുത്. ആ ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ എന്നെ ഏൽപ്പിക്കും, ഞാൻ ചെയ്തോളാം. ഓ സൂപ്പറാടാ, അതാകുമ്പത്തേക്ക് നീ തീരെ പറ്റിക്കത്തില്ലല്ലോ നമ്മളെ. എടി, എന്നെ ഒന്ന് വിശ്വസിക്കടി. എന്തിന്? ഞാൻ എങ്ങനെ പറ്റിക്കും? ഞാനിപ്പോ ബേക്കറി ചെന്ന് കേക്ക് മേടിക്കുന്നു. കേക്ക് മേടിച്ചിട്ട് കടക്കാരൻ പറയുന്നു ഇത്ര രൂപയായെന്ന്. ഞാൻ അവിടുന്ന് സ്കാനർ അയച്ചു തരുന്നു, നിങ്ങൾ പൈസ അയക്കുന്നു. അതിൽ പിന്നെ പറ്റിപ്പില്ലല്ലോ. അതില്ല, പക്ഷെ നിനക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യുന്നോണ്ട് എന്ത് ലാഭാളിയാ കിട്ടുന്നേ? നിർത്ത്, ഈ ഓവർ ആക്ടിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, നീ കാര്യം പറ. നിനക്കറിയാൽ 15 വർഷങ്ങളായിട്ട് ഞാനും എന്റെ അച്ഛനും പിണങ്ങിയിരുന്നു. ഒരുമിപ്പിച്ചത് ആരാ? ഗണേശൻ അച്ഛൻ. എന്നെ ഇത്രയും നാളൊരു മകനെ പോലെ ഇവിടെ കൊണ്ടു നടത്തുന്നത് ആരാ? ഗണേശൻ അച്ഛൻ. ആ ഗണേശൻ അച്ഛൻ്റെ ഒരു പിറന്നാളാകുമ്പോൾ ഞാനല്ലേ ഇത് നിന്ന് മുൻകൈ എടുത്ത് ചെയ്യേണ്ടത്? അയ്യോ മോനെ, സൂചിപ്പിക്കല്ലേ. അല്ല അമ്മ, ഉള്ളത് പറഞ്ഞാണ്. ഞാൻ വേണമെങ്കിൽ എന്തുവേണമെങ്കിലും ചെയ്തോളാം. ബില്ല് തന്നാൽ കടയിൽ പോയി വാങ്ങിച്ചോണ്ട് വന്നോളാം. ബില്ല് തന്നാൽ എങ്ങനെയാടാ കടയിൽ പോയി വാങ്ങുന്നേ? ലിസ്റ്റ് താടി. അവിടെ എന്തൊരു കള്ളത്തിനുണ്ടല്ലോ, ബില്ലാണല്ലോ നിന്റെ വായിൽ ആദ്യം വന്നത്. വിശ്വസിക്കടി, എന്നെ ഒന്ന് വിശ്വസിക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പർച്ചേസ് ലിസ്റ്റ് ഇവന്റെ കൊടുത്തു വിടാം. ഈ സാധനങ്ങൾ വാങ്ങിട്ട് വാ. ഓ വാങ്ങിച്ചോളാം. എന്ത് ലിസ്റ്റ് എടുത്തേ? ചെയ്തോ, എല്ലാം ഞാൻ വാങ്ങിച്ചോളാം. എല്ലാം വാങ്ങണം. അത് മാത്രമല്ല, പറഞ്ഞു ഒരു സഹായം കൂടെ വേണം. എന്താണ്? ഞങ്ങൾ എന്താണ് സർപ്രൈസ് ഇങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വെറൈറ്റി സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന്റെ ഐഡിയ കൂടെ കൊണ്ടുവരൂ. എന്നിൽ ഏൽപ്പിക്കൂ. വെറൈറ്റി അല്ലേ, ഞാൻ തിങ്ക് ചെയ്ത് ചെയ്തോളാം. പിന്നെ ഈ രഹസ്യം നമ്മൾ മാത്രമേ അറിയൂ. കറക്റ്റ്, അതാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. വേറെ ആരോടും പറയാൻ നിൽക്കരുത്. കുറെ ആൾക്കാർ നിന്നെ ചുറ്റിപ്പറ്റി വരും, ചോദിക്കും. പ്ലീസ് സേതുവിനോട് പറയില്ല, ഗോവർദ്ധനോട് പറയില്ല, എന്തിന് മോളോട് പറയില്ല, ഈ ചടങ്ങിനുള്ള അച്ഛനോട് പോലും ഞാൻ പറയില്ലല്ലോ. നിങ്ങൾ ഇരിക്കും കേട്ടോ, സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഞാനൊന്ന് തിങ്ക് ചെയ്തോട്ടെ. ചേച്ചി, ആ പോയതിനെ വിശ്വസിക്കാവോ? എന്തോ മനസ്സിലിരിപ്പുണ്ട്, അത് നമുക്ക് മെല്ലെ അറിയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വിശ്വാസം അതാണ് അവന് നേടേണ്ടത്. അത് നേടിക്കഴിയുമ്പോഴത്തേക്ക് അവൻ മെല്ലെ മെല്ലെ എന്റെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങളും ചോദിക്കും. അപ്പൊ നമുക്ക് അവനെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യണം.
എന്നിട്ടേ എല്ലാവരും പരിപാടിയിൽ എങ്ങനെയാ പങ്കെടുക്കുന്നേ അതുപോലെ അവൻ പങ്കെടുത്താൽ മതി. കറക്റ്റ്. നമ്മൾ ഇത് കളറാക്കും. കൂടി കഴിഞ്ഞു. ഹലോ, എടുത്തു വെച്ച സജീവേ, ഞാൻ വരുന്നു, കേക്ക് എടുക്കുന്നു, തിരിച്ചു വരുന്നു. ആ അതെ അതെ, എന്റെ സ്വന്തമായിട്ട് എനിക്ക് വണ്ടി ഇല്ലല്ലോ, ഞാൻ ഏതെങ്കിലും വണ്ടി കയറി വന്നോളാം. കിന്നരം ചോദിക്കണ്ട, സാധനം എടുത്ത് അങ്ങ് വെച്ചാൽ മതി. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഇപ്പൊ ഇതാരച്ഛനാ പിറന്നാളായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാതെ അച്ഛാ. കുളിച്ച് സുന്ദരനായിട്ട് ഏതെങ്കിലും മുറി ചെന്ന് അങ്ങിരിക്കണം. കേക്ക് മുറിക്കാറാകുമ്പോൾ ഞങ്ങൾ വിളിക്കും. പോരെ? ഏടാ, ഓ, എന്റെ പിറന്നാളിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നീയാണോ? അതേ അച്ഛാ, ഈ വീട്ടിൽ ആർക്കും ആരെയും വിശ്വാസമില്ല. എല്ലാം എന്നിൽ അർപ്പിച്ചിരിക്കണു. അല്ല, അപ്പൊ വേറെ ആരും പങ്കെടുക്കുന്നില്ലേ? ആരുമില്ല അച്ഛാ, എല്ലാം ഞാനാണ്, എല്ലാ പരിപാടികളും. മക്കളെ, ഓ, നിങ്ങൾ ആരും എന്റെ പിറന്നാൾ ആഘോഷത്തിന് പങ്കെടുക്കുന്നില്ലയോ? അപ്പൂപ്പ, ഓ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഈ നിക്കുന്നത് രണ്ടുപേരും അപ്പൂപ്പന്റെ മക്കളല്ലേ? അതെ ഞാൻ അപ്പൂപ്പന്റെ കൊച്ചുമോളല്ലേ? അതെ. എന്താ അല്ലെന്ന് ആരെങ്കിലും മോളോട് പറഞ്ഞോ? അല്ല അപ്പൂപ്പ. എന്നിട്ട് അച്ഛന്റെ കൂട്ടുകാരനായ രാമാമനെ മാത്രം എല്ലാ പരിപാടിയും ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊക്കെ തള്ളിക്കളയുന്നു. എന്താ ഞങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലേ? ഇല്ല, ഇല്ലെന്ന്. നിങ്ങളെ കമ്മീഷൻ മേടിക്കാൻ നിൽക്കുന്ന ആളുകളാ. എന്റെ ഭാമ എന്നോട് പറഞ്ഞു. അപ്പൊ അത് ഞങ്ങൾ വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ? ഭാമ അങ്ങനെ കള്ളത്തരൊന്നും പറയില്ല. ഇല്ല അപ്പൂപ്പ, ഞങ്ങൾ അതൊരു ഫണ്ണിന് വേണ്ടി പറഞ്ഞു. അച്ഛനെ ശല്യപ്പെടുത്തരുത്. അച്ഛൻ പോയി റെസ്റ്റ് എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഞാനാണ്. പോകൂ അച്ഛാ, പോകൂ. ഇവിടുത്തെ എല്ലാം ഞാനാണ്. വൈകുന്നേരത്തെ പരിപാടി മൊത്തം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാനാ. എടാ, ഓ, ഈ ആഘോഷത്തിനെന്താ നീ ആണ്ട് വലിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തോണ്ടിരിക്കാന്ന് പറയുന്നത് കേട്ട്. കിട്ടില്ല ഐറ്റങ്ങളാ വരാം. നടക്കട്ടെ. അച്ഛൻ പോയി തകർത്തോ. ഓ, എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കുന്ന? ഒരാൾ ഒരു പണി ചെയ്തോണ്ടിരിക്കുകയല്ലേ, ശല്യപ്പെടുത്താതെ പോവാ. കണക്ക് തെറ്റും. തിരക്കിലാണല്ലേ? ഓ, തിരക്കിലുണ്ട്. എന്നാ തിരക്ക് കിടക്കട്ടെ. വന്നേ. ഞങ്ങൾ പോയിക്കോളാം. അതേ, നിങ്ങൾ രണ്ടുപേരും വിട്ടു, എനിക്ക് കുറച്ച് പണിയുണ്ട്. കേട്ടാ, ചെല്ല്. എന്താ പണി? എടി, ഈ ഇരിക്കുന്ന മുതലിനെ സമാധാനത്തോടെ ഒരു പണിയും ചെയ്യാനിടയാ സമ്മതിക്കൂല. ഏട്ടാ, അതിനുള്ള പണി ചെയ്തിട്ട് ഞാൻ വരുള്ളൂ. നീ പോ, വണ്ടി വിട്. രാമേട്ടാ, പോടാ, ഒരു കണക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു കാര്യം പറയാനുണ്ടെന്ന്. ഓർത്താ ഞാൻ പറഞ്ഞ ഒരു പണി ചെയ്തോണ്ടിരിക്കണേ. ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാനാണെന്ന്. എനിക്ക് ടൈമില്ല. ഇന്നത്തെ ഫംഗ്ഷൻ തീരണ വരെ ഞാൻ തിരക്കായിരിക്കും. വിട്ടോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. അതേ, പിന്നത്തേക്ക് വെക്കാൻ പറ്റിയ കാര്യമല്ല. ജാനകി എന്നോടൊരു കാര്യം പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. പോട്ടെ, സാരമില്ല. നിങ്ങൾക്ക് തിരക്കല്ലേ വലുത്. നടക്കട്ടെ എന്ന് എന്തെങ്കിലും. നീ ഇപ്പൊ ഇടയ്ക്ക് ആരോ പേര് പറഞ്ഞായിരുന്നല്ലോ. എന്റെ പേരാ? അല്ല, നിന്റെ പേരല്ല, അത് മീനുട്ടറെ പേരാ. അല്ലാതൊരു പേര് പറഞ്ഞു നീ. ജാനകി. കേട്ടല്ലോ താൻ. പിന്നെ എന്തിനീ കേട്ടില്ലേ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കണത്? ഇരിയടാ, ഇത് തിരക്കല്ലേ? എന്ത് തിരക്ക്? നമുക്ക് ഇതൊക്കെ പിന്നെ അവിടെ ഇരുന്നോട്ട്. ജാനകി എന്തോടാ പറഞ്ഞേ? പറയട്ടെ. കൈ എടോ, രണ്ട് കൈ. എടോ, അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന്. ആരാ? ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇത് എന്റെ അടുത്തല്ലേ ഒന്ന് പറയണ്ടേ? ഇങ്ങനൊരു നാണക്കാരി. അവക്ക് നാണമൊന്നുമില്ല. അവള് പറഞ്ഞേട്ടപ്പോ എനിക്കാ നാണം വന്നത്. എന്തിനാ നാണിക്കണേ? എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞ പോരെ? അവൾ എന്നോട് പറഞ്ഞ് ഇഷ്ടമാണെന്ന്. എന്നെ നിന്നെ ഇഷ്ടമാണെന്നോ? എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ്. 8 വർഷമായിട്ട് നീ ആനിയുടെ പുറകെ നടക്കണം. അത് നിനക്ക് ഓർമ്മ വേണം. അല്ല, ഞാൻ ആലോചിച്ചപ്പോഴേ ആനിയും കൊള്ളാം, ജാനകിയും കൊള്ളാം. എന്നാ പിന്നെ ജാനകിയായാലും എന്താ കുഴപ്പം? അത് മാത്രമല്ല, ഞാൻ 8 കൊല്ലമായാലും അവളുടെ പുറകെ കിടക്കണത്. അവളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അണ്ണാ, നിങ്ങൾക്കാണെങ്കിൽ മടുക്കൂലേ? എനിക്ക് മടുക്കത്തൊന്നുമില്ല. മടുക്കൂല? എനിക്ക് മടുക്കത്തില്ല. പക്ഷെ എനിക്ക് മടുക്കും. എനിക്ക് മടുക്കുകയും ചെയ്ത്. അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് ജാനകിയുടെ അടുത്ത് യെസ് പറഞ്ഞാലോ എന്നിങ്ങനെ ആലോചിക്കാം. ഓവർതാ കളിക്കരുത്. ജാനു എന്ന് പറഞ്ഞാൽ നിനക്ക് ചേട്ടത്തിയമ്മയുടെ സ്ഥാനം അറിയോ? അത് പണ്ട്. പക്ഷെ ഞാനിപ്പോ അവളെ കിട്ടിക്കഴിഞ്ഞാൽ അവളെ എനിക്ക് ആരായി? ഭാര്യ. അപ്പൊ നിങ്ങൾക്ക് പെങ്ങള്. അളിയാ. എന്നെ അളിയെന്ന് വിളിക്കണ്ട. അളിയാന്ന് വിളിക്കണ്ടോ? വേണമെങ്കിൽ അളിയാ. കണക്കൊക്കെ നീ വേണ്ട. എനിക്ക് പോയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. വൈകുന്നേരത്തേക്ക് സിനിമക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഡിന്നറിന് ടേബിൾ ബുക്ക് ചെയ്യണം. പോട്ടെ, എനിക്ക് പണിയൊന്നുമില്ല. നിങ്ങൾ അച്ഛന്റെ സപ്തതി നടത്ത്. ഞാൻ പോട്ടെ. അയ്യോ, അതിന്റെ ഇടയിൽ കയറി പറയുകയും ചെയ്ത് നീ ഇതൊക്കെ പോയി വാങ്ങുകയും വേണം. അതിനിടയിൽ ചാനോ ഇഷ്ടം ഇനി വരട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറയാൻ പറ്റത്തില്ല. ചെറുക്കന് ഒടുക്കത്തെ ഗ്ലാമറല്ലേ, ആരായാലും കണ്ട പറഞ്ഞു പോവും.
നാടെ നിക്കുന്നു. ഹലോ, ഏൽപ്പിച്ച കാര്യമൊക്കെ എന്തുവായി? ഓ എന്ത് പറയാ, എല്ലാം കൈവിട്ട് പോയി. എടാ നീ ഇതുവരെ പോയില്ലേ? എല്ലാം വാങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിക്കുവാണോ? കടക്കാര് വിളിക്കുന്നത് പോയി സാധനങ്ങൾ എടുക്ക് ചേർക്കാ. എനിക്ക് എന്ത് എനിക്ക് മൂടില്ല. അതെന്ത്? കറക്റ്റ് സമയം പോവാറായപ്പോഴത്തേക്ക് നിനക്ക് ഒരിടത്തും പോണ്ടേ? ഞാൻ എല്ലായിടത്തും പോവാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നടന്നത്. ഇല്ലാന്ന് ഞാൻ എപ്പോഴും നിന്നോട് പറഞ്ഞ അതിന് ഇല്ല പറഞ്ഞില്ല. പിന്നെ ആനി, ഞാൻ നിന്റെ അടുത്താ പറഞ്ഞത്. നീയും വഞ്ചിക്കപ്പെടും. എന്ത്? ഓ, ബർത്ത്ഡേ കേക്ക് അടക്കാനും പൈസ കൂട്ടി ചോദിച്ചു. സാരമില്ല, സപ്തതിയുടെ കേക്ക് അല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഇങ്ങനെ കേക്ക് നിന്നോണ്ട് നടന്നോ? അവസാനം ഫയലും കൊണ്ടുവന്നവള് ചെക്കനെയും കൊണ്ട് പോകും. അതങ്ങനെയല്ലല്ലോ, മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ടുപോകുന്നല്ലേ. എവിടെ ചാരി ഇന്നാലും കാര്യം മനസ്സിലാക്കിയ പോലെ. ഒരു മിനിറ്റ്, എന്താളിയാ നിന്റെ പ്രശ്നം? അത് നിന്റെ അടുത്ത് പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ പോവാം, ഞാൻ കടയിലോട്ട് പോവാം, സാധനം വാങ്ങാൻ പോവാം. വേണ്ട, നീ പോണ്ട, ഞാൻ പൊക്കോളാം. ഇത്രയൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാറെങ്കിലേ ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം. നീ പോണ്ട കേട്ടോ. ഇല്ലടി, ഞാൻ പോവാന്ന്. ഉറപ്പാണോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, കമ്പനിക്ക് ഇവരെയും കൂട്ടിക്കോ, അതിന് കുഴപ്പമില്ലല്ലോ. അല്ല, ആനി ഇവിടെ നിന്നോട്ടെ, കൈ വയ്യാത്തല്ലേ. ഞാൻ പോവാം. അല്ല, ഞാൻ വരാറാം. എന്താ വിളിച്ചേ? റാമെന്ന്. റാമല്ല, രാമാനുജൻ. റാമെന്ന് വിളിക്കുന്നത് എന്നോട് അടുപ്പമുള്ള ഒരു സ്നേഹമുള്ളവരാണ് എന്നെ റാമെന്ന് വിളിക്കുന്നത്. അല്ല, എന്നിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ ആരും വിളിക്കുന്നേ. കേൾക്കത്തില്ല, കാരണം എനിക്ക് എന്നോട് ആത്മാർത്ഥ സ്നേഹമുള്ളവരും ഇല്ല, ചുരുക്കേ ഉള്ളൂ. അതുകൊണ്ട് ആ വിളി നീ കേൾക്കത്തില്ല. എന്തുവാടാ? ഞാൻ പോവാം കടയിൽ സാധനം മേടിക്കാൻ. എന്താ പോയി മേടിച്ചിട്ട് വാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനേ ചങ്കും പറഞ്ഞാ പോണത്. നീ ഇങ്ങനെ ഇരുന്നു, നിന്റെ ചങ്കും പറയും. ഞാനെന്താ ഇത്? എന്താ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇനി രാവിലെ ഇവൻ എന്തെങ്കിലും അടിച്ചോ? കൊളാക്കണം, ഇതെന്തായാലും കൊളാക്കണം. അച്ഛാ, പക്ഷെ നമ്മുടെ അപ്പൂപ്പന്റെ ബർത്ത്ഡേ കൊളാവത്തില്ലേ? എന്റെ മീനുട്ടി, അപ്പൂപ്പന്റെ ബർത്ത്ഡേ ആണെന്നുള്ളതല്ല കാര്യം. ആ ബർത്ത്ഡേ നടത്തുന്നത് നിന്റെ അമ്മയും നിന്റെ കുഞ്ഞമ്മയും ആ ജാനകി കൂടിയാണെന്നുള്ളതാണ് കാര്യം. അത് നമ്മൾ കൊളവാക്കണം. അപ്പൊ അപ്പൂപ്പന്റെ ബർത്ത്ഡേക്ക് ഒരു കുഴപ്പവും വരുന്നില്ലെന്ന് ഉറപ്പല്ലേ? അത് കുഴപ്പമൊന്നും വരൊന്നുമില്ല. ഇത് വേറൊന്നല്ലേ മോളെ, ഇതേ നിന്റെ അമ്മക്ക് കുറച്ച് അഹങ്കാരം കൂടുതല. അതൊന്ന് കുറച്ചു കൊടുക്കാനുള്ള ഒരു പ്ലാനാണത്. നീ എന്റെ അടുത്ത് സംസാരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്റെ അടുത്ത് നീ സംസാരിക്കരുത്, എന്റെ അടുത്ത് മിണ്ടാൻ വരരുത്. ഞാൻ നിന്റെ അടുത്ത് മിണ്ടത്തില്ല. ഇവിടെ ഒരു അത്യാവശ്യ കാര്യം പറയാനാണെന്ന് തനിക്ക് വേണ്ടി തന്നെ വിളിക്കണം. ഒന്ന് വാരാമേട്ടാ. നീ എന്റെ അടുത്ത് ഒരു അത്യാവശ്യവും പറയണ്ട. ഞാൻ വിളിച്ചാ വരൂലേ നിങ്ങള്? ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ആ കാര്യം ഞാൻ റീതിങ്ക് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കൂടുതൽ മുട കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യും. പറഞ്ഞേക്കാം. ഏത് കാര്യം? മറ്റേ കാര്യം നീയല്ലേ പറഞ്ഞ ഏട്ടത്തിയായിട്ട് കാണത്തില്ലെന്ന്. എന്റെ രാമേട്ടാ, നിങ്ങൾ അന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഏട്ടത്തിയുമായിട്ട് കണ്ടു. ഞാനത് മാറ്റി ചിന്തിക്കും നിങ്ങൾക്ക് തോന്നണ്ടോ? ഞാൻ നിങ്ങളെ ചുമ്മാ മൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഉള്ളതല്ലേ? ആ എന്റെ രാമേട്ടാ, ഞാനും ട്രൂ ലവ് നിങ്ങളും ട്രൂ ലവ്. ഒരു ട്രൂ വേറൊരു ട്രൂവിനെ ചതിക്കും നിങ്ങൾക്ക് തോന്നണ്ടോ? ഉറപ്പേനല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങൾ എന്റെ ചേട്ടനല്ലേ? വാ. ഞാനിപ്പോ എന്താ വിളിച്ചേ? അളിയാന്നാണോ? അല്ലല്ലോ, ഏട്ടന്നല്ലേ? വാ രാമേട്ടാ. സത്യമായിട്ടും നിങ്ങൾ എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലെ തന്നെ. ഞാൻ അല്ലാണ്ട് നിങ്ങളെ ചതിക്കൊന്നുമില്ല. വേറൊരു കാര്യമുണ്ട്, ഒരു പാലോടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണം. ഞാൻ നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യുമ്പോ തിരിച്ചൊരു സഹായം നിങ്ങളും ചെയ്യണ്ടേ? എന്ത് സഹായം? അതായത് അവര് അച്ഛന്റെ പരിപാടിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയണം. എടാ, അത് വലുതായിട്ടൊന്നും ഇല്ലടാ, ചെറിയ പരിപാടിയേ ഉള്ളൂ. കേക്ക് മുറിക്കുന്നു, വൈകുന്നേരം സദ്യ, പിന്നെ വേറെ എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയത്തില്ല. എന്നാ പിന്നെ അവരുടെ സീക്രട്ട് എന്തോ ആയിക്കോട്ടെ. ഞാനൊരു കാര്യം പറയാം. എന്താ? അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അച്ഛനൊരു സർപ്രൈസ് ആവുകയും ചെയ്യും, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയും ചെയ്യും. പറയാം. എങ്ങനെയുണ്ട്? ഒരു കുഴപ്പം ആവൂല. ഈ പരിപാടി ഒരു കുഴപ്പമില്ലാണ്ട് നടത്താൻ പറ്റുന്ന ആളാണ് ഇത് ഏറ്റെടുക്കാൻ പോണത്. ആരാ? രാമേട്ടൻ ഇല്ലേ? അതല്ല, അച്ഛന്റെ സബ്ദതി മുടക്കാൻ നോക്കിയിട്ട് അവസാനം 16 അടി യന്ത്രം നടത്തേണ്ടി വരൂ. ബാമയമ്മയാണ് ഇതറിഞ്ഞ അച്ഛന്റെ തല അടിച്ചു പൊട്ടി. കുറച്ച് നേരത്തേക്കല്ലേ, നമുക്കത് മാനേജ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, 70ാമത്തെ പിറന്നാളാണ്. ഈ 70ാമത്തെ പിറന്നാളൊക്കെ ഒറ്റ പ്രാവശ്യം ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ. അതിൽ ഇത്തിരി ത്രില്ലൊക്കെ വേണ്ടേ? ഇരിക്കട്ടെ, നമുക്ക് പരിപാടി പിടിച്ചു നോക്കാന്ന്. എന്ത് പറയണ്? മറ്റേ കാര്യം റെഡിയാണ്? റെഡിയാണ്. അവസാനം ഇത് നടക്കാം. അങ്ങോട്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ.
5 പൈസ കമ്മീഷൻ വാങ്ങാതെ അച്ഛനെ അമ്മയും പറ്റിക്കാതെ ആദ്യമായിട്ട് ഇവിടെ ഒരു പരിപാടി നടക്കാൻ പോവുകയാണ്, അതും ഗ്രാൻഡ് ബർത്ത്ഡേ. ജാനകി, അച്ഛനെ അമ്മേനെ ഒന്ന് വിളിച്ചിട്ട് വരാവോ? ചേച്ചി, ഓ ചിലർക്കൊന്നും ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെ അതെ, ഏട്ടൻ വെയിറ്റ് ചെയ്യട്ടാ. അല്ലല്ലോ അമ്മ കുറച്ച് കൂടുതൽ ഓവറാട്ടാ. ആ കുറച്ച് ഓവർ ആയാലേ 10 പേര് അധികം ശ്രദ്ധിക്കും. എന്തിനാ ശ്രദ്ധിച്ചിട്ട്? കണ്ടോ ഇപ്പൊ? കണ്ടോ? അതന്നെ ഞങ്ങൾക്കും പറയാനുള്ള. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എന്ത് വടിയിട്ടാണ് അത് അടിപൊളിയാക്കി വെച്ചേക്കുന്നല്ലേ ഒരു കള്ളല്ലേ? പിന്നെ അല്ലാണ്ട് അച്ഛന്റെ സത്യത്തിൽ ചെറുതാക്കാൻ പറ്റുമോ? നമുക്ക് ഗ്രാൻഡ് ആയിട്ട് വേണ്ടേ നടത്താൻ? ഏട്ടാ കത്തിക്കല കത്തിക്കല, ഒരു വണ്ടി വന്നേക്കുന്നു. ഏതൊരു പെണ്ണാണല്ലോ. ശരിയാണല്ലോ. ആരാ? ഞാൻ ഉമ്മ കൊലിച്ചു. ഉമ്മ കൊലിച്ചു. ഇക്കയുടെ 20-ാം പിറന്നാൾ ആഘോഷിക്കാൻ വന്നത്. ഇക്കയാ? ഏതിക്ക? എവിടത്തിക്ക? ആരുടെയൊക്കെ? എന്തിക്ക? എന്റെ ഗണേശനിക്ക, ഗണേശനിക്ക, ഗണേശനിക്ക. നീ ചത്തില്ലടി? ചത്താ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് നിൽക്കോ ഇങ്ങനെ? അവള് മരിച്ചു പോയെന്ന് പറഞ്ഞ് മനുഷ്യ നിങ്ങളെ പറ്റിക്കായിരുന്നല്ലേ? ഇപ്പൊ എന്തായാലും നിന്റെ ബർത്ത്ഡേ കൊളായില്ലേ? ഈ ബർത്ത്ഡേ ഞങ്ങള് തന്നെ നടത്തും. ഈടോ മനുഷ്യൻ, നിങ്ങളുടെ അച്ഛന്റെ അല്ലേ ബർത്ത്ഡേ? അച്ഛാ, അമ്മേ, എനിക്കൊന്നും കേട്ടോ. അമ്മേ, അമ്മേ, നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ആരും മുകുൾസിനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണണ്ടേ? ഇത്ത നമ്മൾ നിങ്ങളുടെ മുഖം കാണുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? നമ്മൾ മാറ്റൂല. ഒന്ന് മാറ്റുന്നു നമ്മൾ മാറ്റത്തില്ല. മാറ്റുന്നു കാണു. ഞാൻ ഒരു കാര്യം പറയാം. അടിക്കരുതെന്നാണ് പറഞ്ഞ തമാശ. നിങ്ങൾ അടിക്കലും കാപ്പി എവനടിച്ചു? ഞാനല്ല തമാശ അടിച്ചത്. നിങ്ങൾ ഈ നിൽക്കുന്ന മോൻ തന്നെ തമാശ അടിച്ചത്. എവനാ എന്നെ കൊണ്ട് പറഞ്ഞത്? വിരട്ടി പറഞ്ഞു. ഉമ്മ കുലിസായിട്ട് വന്നു. നല്ല കാര്യമുണ്ടെന്ന് ചോദിക്കാത്. ആണോടാ? നല്ലൊരു ചടങ്ങ് ദിവസമായിട്ട് അതായത് അച്ഛന്റെ സപ്തതിയല്ലേ, അച്ഛന്റെ 70-ാം പിറന്നാള്. അപ്പൊ അതിന് നല്ലൊരു ഓർമ്മ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. നല്ല മെമ്മറബിൾ മൊമെന്റ്സ്. വലിയ ഓർമ്മയാണ്. ഇത് വലിയ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസം തന്നെ വേണോടാ അപ്പനും അമ്മേനും തമ്മി തല്ലിക്കാൻ. ഓർക്കാനൊരു നല്ല നിമിഷം, മധുര മനോഹരമായ ഓർമ്മകൾ. അത് വിട്ടോളാം. അത് കഴിഞ്ഞു. കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഒന്നുകൂടെ ആദ്യം മുതൽ തുടങ്ങാം. ശരിക്കും മുറുകെ പിടിക്കും. കേക്ക് മുറിക്കണമെങ്കിൽ കത്തിക്കാണ്ട്. അമ്മേ, കൂൾ ഡൗൺ അമ്മേ. ഇവന്റെ ലാലേട്ടൻ വന്നോ? കണ്ടോ? എന്റെ സപ്തതിക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. സമയം കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും വന്നിരിക്കുമെന്ന് പറഞ്ഞു. ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇതുവരെ നിന്നോട് പറയാതിരുന്നത്. കണ്ടോ? സൂപ്പർ. ഹലോ, എന്തൊക്കെയുണ്ടോ മോനെ വിശേഷം? മോനെ ഹാപ്പി ബർത്ത്ഡേ. ഇത് ലാലേട്ടനല്ലേ? ആ, ലാലേട്ടൻ അല്ല അച്ഛാ, ഇത് ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാലേട്ടൻ. അതോ? എന്നാൽ അച്ഛൻ എന്നാ തള്ളി മറിച്ചത്? ലാലേട്ടന് മെസ്സേജ് ചെയ്തു, ഫ്രീ ആണെങ്കിൽ വരാ.
നാളെ നോക്ക്. അയ്യോ എന്തായാലും അച്ഛന്റെ 2 ഫേവറേറ്റ് ആൾക്കാർ ഇവിടെ വന്നല്ലോ, ഉമ്മുക്കുലുസും ലാലേട്ടനും. ഹാപ്പി ആണേ? ഏ ആ എന്നാ നമുക്ക് ആഘോഷിക്കാം. അയ്യോ ഉമ്മുക്കുലുസും ലാലേട്ടൻ ഇവിടെ വാ. വാന്ന്. അതാ വാ, കത്തിക്ക. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ഭാമയോടൊപ്പം കുറെ നാളുകൾ കുറെ കാലം കൂടി ജീവിക്കാൻ വേണ്ടി ഭാഗ്യമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ലാലേട്ടൻ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ. എടാ നമ്മുടെ ലാലേട്ടന്റെ ഒരു പാട്ട് നടക്കണം. കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം, ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവരിക്കരയെത്തും തക്കിട്ട കിരടി മേളം, ഇത് മാമനവരിലെ കാടും മലയും മൊഴിയും കടന്നു